സന്നിധി തന്നിൽ നായക എന്നും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ മറ്റൊരു ദിവസം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവിക വചനങ്ങളെ പഠിച്ചുകൊണ്ട്, ദൈവം നൽകിയിരിക്കുന്ന ആലോചനകളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസം ആരംഭിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ, പ്രഭാത ജാഗരണങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഭാഗം ദൈവത്തിന് മഹത്വം കൊടുപ്പേൻ. നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ഇവിടെ ത്രിവിധ ദൂതുകളുടെ ഒന്നാമത്തെ ഭാഗത്ത് നിന്നാണ് നമുക്ക് ധ്യാനിക്കുവാനുള്ളത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സത്യസഭയെക്കുറിച്ച് മനസ്സിലാക്കി. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അസത്യസഭയെയും അതിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള രണ്ടാമത്തെ മൃഗം അമേരിക്കയെക്കുറിച്ച് മനസ്സിലാക്കി. ഇവിടെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് 1,44,000 പേർ, 144,000 പേർ കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പം മരണം കാണാതെ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ക്രിസ്തുവിനോടൊപ്പം ചേരുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർ. അതിനുശേഷം ത്രിവിധ ദൂതുകളെ കുറിച്ച് തിരുവചനം രേഖപ്പെടുത്തുന്ന ഈ ത്രിവിധ ദൂതുകൾ ശ്രവിച്ച് അതിൻ്റെ വക്താക്കളായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച ക്രിസ്തുവിനോടൊപ്പം സ്വർഗാരോഹണം ചെയ്യുവാനിരിക്കുന്ന ഒരു കൂട്ടരാണ് 144,000 പേർ. എന്നാൽ ഈ ത്രിവിധ ദൂതുകൾ ശ്രവിച്ച നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടരെ കുറിച്ച് 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ത്രിവിധ ദൂതുകളുടെ ആദ്യത്തെ ഭാഗത്ത് തിരുവചനം പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, കാരണം അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് ഒന്നാമത്തെ ദൂതൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, 112-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ദൈവ കൽപ്പന, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻ എന്നാണ് 112-ാം സങ്കീർത്തനം പറയുന്നത്. അതുപോലെ 127-ാം സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴിയെ, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്നവർ ഭാഗ്യവാനെന്ന് പറയുന്ന ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്നവരാണ് ദൈവത്തെ ഭയപ്പെടുന്നവർ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ നൽകുവാൻ തക്കവണ്ണം നീ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട്. അപ്പോൾ അനുസരണം, കൽപ്പന അനുസരണമാണ് ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ അനുസരിക്കണം? അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിന്, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അവൻ്റെ ന്യായവിധി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ദൈവകൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുവാൻ പോകുന്നത് കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 4-ാമത്തെ കൽപ്പന, ശബത്ത് കൽപ്പനയെക്കുറിച്ച് സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ശബത്ത് കൽപ്പന അവതരിപ്പിച്ചിരിക്കുന്ന അതേ കാര്യം തന്നെ ഇവിടെ വെളിപാടുകാരനായ യോഹന്നാനും എടുത്തു പറയുന്ന. അപ്പോൾ നമ്മൾ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ച, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരിയിൽ മരിച്ചത് എന്ന് ഉറച്ചു വിശ്വസിച്ച നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുകയാണ് എങ്കിൽ നമ്മളെ സ്വർഗത്തിലെ ദൈവം വിശുദ്ധന്മാരെന്ന് വിളിക്കുകയും
ആ വിശുദ്ധന്മാർക്ക് ദൈവം സ്വർഗീയ സിംഹാസനം അനുഗ്രഹിച്ച് നൽകുകയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട, ദൈവകൽപ്പനകൾ അനുസരിച്ച, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആ ന്യായവിധിയുടെ നാഴിക സ്വർഗീയ ഭവനത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിനായി ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ പ്രഭാതത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന, അവിടെ നിന്ന് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ തിരുസന്നിധിയിൽ അണഞ്ഞുകൊണ്ട് അങ്ങയുടെ വചനങ്ങളെ ധ്യാനിച്ച് പഠിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വർഗീയ കരം, പരിശുദ്ധാത്മ ശക്തി, ദൂതന്മാരുടെ കാവലടിയങ്ങളോട് കൂടെ ഇരുന്ന അടിയങ്ങളുടെ ജീവിതകാലം പൂർണ്ണമായ സുഖമായും ശുഭമായും ഇരിക്കുവാൻ എൻ്റെ ദൈവം ഇടയാക്കണമെന്ന് അടിയൻ കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.